മരണം അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചതാണ്. അതിന് കാരണക്കാരൻ ഇദ്ദേഹം കൊടുത്ത അങ്ങേയറ്റത്തെ പ്രഷറാണ് എന്ന് വിശ്വസിക്കുന്ന ഭാര്യയും മക്കളും അച്ഛനും അമ്മയുള്ള വീടാണത്. നിലമ്പൂരിൽ UDF-നെതിരെ പ്രചാരണം തിരിച്ചു PV അൻവർ. VV പ്രകാശ് ഭരിച്ചത് ഷൗക്കത്തിന്റെ സമ്മർദ്ദം കാരണം ഹൃദയം പൊട്ടിയെന്ന ആരോപണം. സതീശനെതിരെ വിമർശനം തുടരുന്നു. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി രൂപീകരിച്ച് നാമനിർദ്ദേശ പത്രിക നൽകുന്നു. അൻവറെ അനുനയിപ്പിക്കാത്തതിൽ കോൺഗ്രസിനെതിരെ ലീഗിന് അതൃപ്തി. അസോസിയേറ്റ് അംഗമാക്കുന്നത് വൈകിപ്പിച്ചത് സതീശനെന്ന് ലീഗ് യോഗത്തിൽ വിമർശനം. അൻവറിന് മുന്നിൽ വാതിലടച്ചത് UDF-ന്റെ കൂട്ടായ തീരുമാനമെന്ന് അടൂർ പ്രകാശ്. ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. UDF-മായി സഹകരിച്ചു പോകാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചന ലഭ്യമായിട്ടുണ്ട്. നിലമ്പൂരിൽ രാഷ്ട്രീയ വഞ്ചന ചർച്ചയാക്കി CPM. ആര്യാടൻ മുഹമ്മദ് പോലും ഇടതുമുന്നണിയെ വഞ്ചിച്ചെന്ന ആരോപണം. മരിച്ചവരെക്കുറിച്ച് മര്യാദകേട് പറയുന്നുവെന്ന് UDF. വഞ്ചകനെന്ന മുഖ്യമന്ത്രിയുടെ ആക്ഷേപത്തിന് നാളെ മറുപടിയെന്ന് അൻവർ. M സ്വരാജ് പത്രിക നൽകി. മഴ മാറി നിന്നു. പ്രവേശനോത്സവം ആവേശമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ. പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നത് അവസാനിച്ചെന്ന് മുഖ്യമന്ത്രി. അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച പ്രതിക്ക് ജീവപര്യന്തം. ജ്ഞാനശേഖരൻ 30 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് കോടതി. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ പ്രതി പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തിയത് കഴിഞ്ഞ ഡിസംബർ 23-ന്. പ്രസിഡന്റായി മോഹൻലാൽ തുടരണമെന്ന് അമ്മ. അഡ്ഹോക് കമ്മിറ്റിയുടെ തീരുമാനം മോഹൻലാലിനെ അറിയിച്ചു. ജനറൽ ബോഡി യോഗം ഈ മാസം 22-ന്. നിലമ്പൂരിൽ തുറന്ന പോര് പ്രഖ്യാപിച്ച് UDF-ഉം PV അൻവറും. അൻവർ അടഞ്ഞ അധ്യായമാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശും UDF-ഉമായി ഇനി ഒരു ബന്ധത്തിനുമില്ലെന്ന് അൻവറും പ്രഖ്യാപിച്ചു. അൻവർ സാമാന്യ മര്യാദ ലംഘിച്ചുവെന്നാണ് UDF-ന്റെ വിമർശനം. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് അൻവർ അടഞ്ഞ അധ്യായമെന്ന് പറയുന്നത്. ലീഗിന് മുന്നണിയിൽ അസ്വാരസ്യമുള്ളതായി അറിയില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. UDF-മായി സഹകരിച്ചു പോകാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചന ലഭ്യമായിട്ടുണ്ട്. പറഞ്ഞുകൂടാത്ത പല കാര്യങ്ങളുമാണ് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തിലൂടെ മീഡിയാസിലൂടെ ഒക്കെ പറഞ്ഞത്. സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രീ PV അൻവർ മുമ്പോട്ട് പോയി എന്ന യാഥാർത്ഥ്യങ്ങൾ കൂടി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. VD സതീശൻ, ഈ പറയുന്ന പിണറായിയുടെ നിഴലായി നിൽക്കുന്ന VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു UDF-ന് എന്തർത്ഥം? അദ്ദേഹം ആ നേതൃത്വത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം TMC-യും ഞങ്ങളും അതിലേക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്. അതേസമയത്ത് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ സ്ഥാനാർത്ഥി VV പ്രകാശിന്റെ മരണവും തോൽവിയും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുകയാണ് PV അൻവർ. VV പ്രകാശ് ഹൃദയം പൊട്ടിയാണ് മരിച്ചതെന്നും അതിന് കാരണം ആര്യാടൻ ഷൗക്കത്തുണ്ടാക്കിയ സമ്മർദ്ദമാണെന്നുമാണ് അൻവറിന്റെ ആരോപണം. അതുമാത്രമല്ല, VV പ്രകാശിന്റെ വീട്ടുകാരെ സന്ദർശിക്കും എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. UDF-ന്റെ ആദ്യത്തെ പൊതുയോഗത്തിലേക്ക് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷൗക്കത്ത് കയറി വരുമ്പോൾ ബഹുമാനിച്ചിട്ട് എൻ്റെ സുഹൃത്ത് ഈ പറയുന്ന VV പ്രകാശ് ഇറങ്ങിച്ചെന്ന് കൈയെടുത്തപ്പോൾ കൈ തട്ടിപ്പോയവനാണ് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത്. അതൊന്നും നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ അത്ര എളുപ്പം മറക്കുമെന്ന് നോക്കണ്ട. അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചതാണ്. അതിന് കാരണക്കാരൻ ഇദ്ദേഹം കൊടുത്ത അങ്ങേയറ്റത്തെ പ്രഷറാണ് എന്ന് വിശ്വസിക്കുന്ന ഭാര്യയും മക്കളും അച്ഛനും അമ്മയുള്ള വീടാണത്. ആ കുടുംബത്തിൻ്റെ വേദന നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ കാണാതിരിക്കുമോ? ആ കുടുംബം കാണാതിരിക്കുമോ? അപ്പോൾ ആ വീട്ടിൽ ഞാൻ പോവില്ലേ?
അതേസമയത്ത് തന്നെയാണ് അൻവർ വിഷയം പ്രതിപക്ഷ നേതാവ് കൈകാര്യം ചെയ്തതിൽ UDF-ൽ ഭിന്നത നിലനിൽക്കുന്നത്. മുസ്ലിം ലീഗിനാണ് ഇക്കാര്യത്തിൽ അതൃപ്തിയുള്ളത്. ഇന്നലത്തെ മുസ്ലിം ലീഗ് യോഗത്തിൽ VD സതീശിനെതിരെ വിമർശനവും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ്. അതോടൊപ്പം തന്നെ CV അനുമോദ് ചേരുന്നു നിലമ്പൂരിൽ നിന്ന്. ഇന്ന് UDF യോഗം നിലമ്പൂരിൽ ചേരുന്നുണ്ട്. സജിത്ത്, മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഇനി അതൊരു പരസ്യ പ്രസ്താവനയായിട്ട് ലീഗിൻ്റെ ഒരു നേതാവിൽ നിന്നും ഉണ്ടാവുകയില്ലല്ലോ. UDF കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്ന രീതിയിലേക്ക് തന്നെയല്ലേ UDF നേതാക്കളുടെ പ്രതികരണം അൻവറിന് നേരെ വാതിലടച്ചത്? തീർച്ചയായിട്ടും ലീഗിൻ നേതാക്കളിൽ നിന്നും പരസ്യ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ലീഗിന് അതൃപ്തിയുണ്ട്. അത് മുന്നണി യോഗങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതിനപ്പുറം ലീഗ് യോഗങ്ങളിൽ അത് ഉണ്ടായിട്ടുമുണ്ട്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ UDF-ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് കൂടുതൽ പരസ്യമാകുമെന്ന് മാത്രമല്ല VD സതീശനെതിരായ നീക്കമായി തന്നെ അത് പ്രകടമാവുകയും ചെയ്യും. അതാണ് അവർക്കിടയിലെ പൊതുവികാരം. കാരണം ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നത് ലീഗിന് മാത്രമല്ല കോൺഗ്രസിലെ പല നേതാക്കൾക്കും അഭിപ്രായമുണ്ട്. പക്ഷേ തൽക്കാലത്തേക്ക് കോൺഗ്രസിൻ്റെ പതിവ് പരസ്യ നീക്കങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അത്തരം നീക്കങ്ങളൊന്നും നേതാക്കളിൽ നിന്നുണ്ടാവില്ല. എല്ലാവരും ഈ വിഷയം തൽക്കാലം ഇലക്ഷൻ കഴിയുന്നവരേക്കെങ്കിലും ഇത് അതേ സമയത്ത് തന്നെയാണോ PV അൻവർ ഒരു പുതിയ നീക്കം ആരംഭിച്ചിട്ടുണ്ട്? ഇവിടെ LDF-നെ വിമർശിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയെയും മുഹമ്മദ് റിയാസിനെയും ഒക്കെ വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും UDF-നെതിരെ തന്റെ പ്രചാരണത്തിന്റെ കുന്തമുന ഇപ്പോൾ നീട്ടുകയാണോ PV അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന VV പ്രകാശിന്റെ മരണം അതിപ്പോൾ ആയുധമാക്കുന്നത് പോലെ തോന്നുന്നുണ്ട് PV അൻവർ. പക്ഷേ ഇതിന് VV പ്രകാശിന്റെ കുടുംബം PV അൻവറിനൊപ്പമുണ്ട് എന്ന് പറയാറായിട്ടുണ്ടോ? അങ്ങനെ പറയാറായിട്ടില്ല പൂർണ്ണമായിട്ടും. കാരണം ആ കുടുംബം ഒരു പരസ്യ പ്രതികരണത്തിലേക്കും നിലപാടിലേക്കും വന്നിട്ടില്ല. പക്ഷേ അൻവറിൻ്റെ നിലപാട് VV പ്രകാശിൻ്റെ കുടുംബം അത് UDF-ന് എതിരെ നിലപാടെടുക്കും. പ്രത്യേകിച്ച് ആര്യൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയ പശ്ചാത്തലത്തിൽ അത് പരസ്യമായി വരും എന്നതാണ് അൻവറിൻ്റെ നിലപാട്. എന്തായാലും അൻവറിനെ സംബന്ധിച്ച് UDF-നെതിരെ ആര്യൻ ഷൗക്കത്തിനെതിരെ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു മികച്ച ആയുധമാണത്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാവുകയും ചെയ്യും. PV അൻവർ മത്സരരംഗത്തുണ്ടാവുന്നത് ആർക്കാണ് ഏറ്റവും ദോഷം എന്ന ചോദ്യത്തിൽ ഒരുപക്ഷേ അൻവർ ഇത് വൈകാരിക വിഷയമായി ഈ പ്രകാശിന്റെ വിഷയം ഏറ്റെടുത്താൽ അത് UDF-ന് തന്നെ ദോഷം ചെയ്യും എന്ന് നമുക്ക് കരുതേണ്ടി വരും. പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്താണ് മറുവശത്ത് എന്നതിനാൽ അത് ആ തരത്തിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഒരുപക്ഷെ പരസ്യ പ്രതികരണത്തിലേക്ക് നേതാക്കൾ VV പ്രകാശിന്റെ കുടുംബം രംഗത്ത് വന്നാൽ മറ്റൊരു വലിയ പശ്ചാത്തലം കൂടി ഉണ്ടാവും. ഒരുപക്ഷെ UDF നേതൃത്വത്തിന് ഈ പ്രകാശിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം. എന്തായാലും വരുന്ന ദിവസങ്ങൾ നിർണായകമാണ്. പ്രത്യേകിച്ച് അൻവർ ഇരു മുന്നണികളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാക്കുന്ന സാഹചര്യത്തിൽ അൻവറിന്റെ റോഡ് ഷോയാണ് ഇപ്പോൾ കാണുന്നത്. CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, റോഡ് ഷോയോടുകൂടി തന്നെയാണല്ലോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അൻവറിന്റെ യാത്ര. അതോടൊപ്പം തന്നെയാണല്ലോ ഒരു പുതിയ മുന്നണി സംവിധാനത്തിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നുള്ള പ്രഖ്യാപനമൊക്കെ അൻവർ നടത്തിയിരിക്കുന്നത്. നേരത്തെ അൻവറിനോടൊപ്പമുള്ള നേതാക്കളെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പമുണ്ടോ അതോ കൊഴിഞ്ഞുപോക്കുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ അൻവറിനോട് ഒപ്പമുള്ള ഈ ജനക്കൂട്ടം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? മഞ്ജുഷ, അൻവറിന്റെ റോഡ് ഷോ ഇപ്പോൾ താലൂക്ക് ഓഫീസിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അൻവറിനൊപ്പം നമുക്ക് കാണാൻ കഴിയും KT അബ്ദുറഹ്മാനും EA സുബൂറിനെയും പോലെയുള്ള മുൻപ് ഉണ്ടായിരുന്ന നേതാക്കൾ തന്നെയാണ് ഒപ്പമുള്ളത്. അതിനപ്പുറത്തായിട്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരും ഇന്ന് റോഡ് ഷോയുടെ ഭാഗമായിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത് നിലമ്പൂരിലെ പല പാർട്ടി പ്രവർത്തകർക്കും എന്നോടൊപ്പം വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ഈ ഘട്ടത്തിൽ വരില്ല, അവർ പോളിംഗ് ബൂത്തിലേക്ക് മാത്രമേ വരുള്ളൂ, അതുകൊണ്ട് എന്റെ കൂടെ വലിയ ഒരു ജനക്കൂട്ടമൊന്നും കാണില്ല എന്നൊരു ന്യായീകരണം അദ്ദേഹം ആദ്യം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ റോഡ് ഷോ നടത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. മുൻപത്തെ അൻവറിന്റെ റോഡ് ഷോകളെല്ലാം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിനെ അപേക്ഷിച്ച് വലിയ ഒരു ആവേശം ഇവിടെ കാണുന്നില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ് മുൻപത്തെ റോഡ് ഷോകളുമായി താരതമ്യം ചെയ്യുമ്പോൾ. എന്നിരുന്നാൽ തന്നെയും അൻവർ ഒറ്റയ്ക്ക് ഇവിടെ പോരിനിറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്നോട് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ജനങ്ങൾക്ക് മുൻപിൽ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് അൻവർ തന്റെ റോഡ് ഷോ ആരംഭിച്ചത്. എന്നാണെങ്കിലും അൻവറിന്റെ കൂടെ ഇതുവരേക്കും വലിയ ഒരു ഈ മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് പുറമെ മറ്റാരും എത്തിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും അൻവർ ഈ സാഹചര്യത്തിൽ മാറ്റം ഉണ്ടാക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അൻവറിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക നൽകും. PV അൻവർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ VD സതീശിനെതിരെയും ആര്യാടൻ ഷൗക്കത്തിനെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും വിമർശനം ഉന്നയിച്ചിരുന്നു. അതുമാത്രമല്ല ഈ 3 പേരും തനിക്കെതിരെ വ്യക്തിഹത്യ നടത്തുകയാണ് എന്നും അൻവർ പറയുകയുണ്ടായി. നേതാക്കൾ കാട്ടിക്കൂട്ടിയ എല്ലാ കാര്യങ്ങളും നിലമ്പൂരിൽ TV വെച്ച് പ്രദർശിപ്പിക്കുമെന്നാണ് അൻവറിന്റെ വെല്ലുവിളി. മുഹമ്മദ് റിയാസ് നവകേരള സദസ്സിന്റെ പേരിൽ പണം പിരിച്ചതിന്റെ തെളിവുണ്ടെന്നും അൻവർ പറയുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ വ്യക്തിഹത്യ നടത്താനാണ്.
ഞാൻ നിലമ്പൂർ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എൻ്റെ കയ്യിലുണ്ട്. ഈ പറയുന്ന VD സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികളിലേക്ക് പോകും. മുഹമ്മദ് റിയാസ് കേരളത്തിലെ നവകേരള സദസ്സ് നിങ്ങൾക്കറിയാം, കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്കൊക്കെ ചിലവ് വന്നാൽ ഞങ്ങൾ പിരിവിട്ട് എനിക്കതിന് മുകളിൽ 50 ലക്ഷം കടം വന്നവനെയാണ്. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ കോൺട്രാക്ടർമാരിൽ നിന്നും നവകേരള സദസ്സിൻ്റെ പേരിൽ കോടാനക്കോടി ഉറപ്പിക ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന PWD മന്ത്രി പിരിച്ചതിൻ്റെ വീഡിയോകളും അദ്ദേഹം നേരിട്ട് സംസാരിച്ച ഫോൺ കോളുകളും അദ്ദേഹത്തിൻ്റെ PS-ഉം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ടവരും പല കോൺട്രാക്ടർമാരിൽ നിന്നും ബലമായി പൈസ പിരിച്ചതിൻ്റെ ഫോൺ കോളുകൾ എല്ലാം കേരളത്തിൽ ഞാൻ വിടും. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, അൻവർ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയുമ്പോൾ ആരാണ് തൻ്റെ പ്രധാന ശത്രു എന്നുള്ള കാര്യം, ആരെയാണ് തോൽപ്പിക്കേണ്ടത്, ഇക്കാര്യത്തിൽ അൻവറിനൊരു ഫോക്കസ് ഇല്ല എന്ന് തോന്നുന്നില്ലേ? ഇപ്പോൾ റിയാസിനെ കുറിച്ച് പറയുമ്പോൾ പിണറായി സത്തിനെതിരെയുള്ള തൻ്റെ പോരാട്ടം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. അതേസമയത്ത് തന്നെയാണ് UDF-നെതിരെ VD സതീശനെതിരായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കുവാൻ തയ്യാറായിട്ടുമില്ല. പക്ഷേ ഫോക്കസ് നഷ്ടപ്പെടുന്ന രീതിയിലല്ലേ അദ്ദേഹത്തിൻ്റെ ഈ വാർത്താ സമ്മേളനങ്ങൾ വരുന്നത്? അതെ, അൻവർ തീർച്ചയായും ഇപ്പോൾ നടത്തിയേക്കുന്ന അൻവറിന്റെ വാക്കുകൾ ഒരു മുന്നറിയിപ്പാണ്. കാരണം അൻവറിനെതിരെയും വലിയ നീക്കങ്ങൾ, വലിയ പ്രചരണം ഇരു മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള പ്രചരണമുണ്ട്. ഇതിനെ വൈകാരികമായി ഏറ്റെടുക്കുക കൂടിയാണ് അൻവർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇരു മുന്നണികളുടെയും പല രഹസ്യങ്ങളും തനിക്കറിയാം, അത് പുറത്തുവിടുമെന്ന കാര്യം. ഒരുപക്ഷേ ഇരു മുന്നണികളെയും കുഴയ്ക്കുന്ന ഒരു വിഷയം കൂടി അതാവാം. കാരണം ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട പോരാളിയായി നിന്ന അൻവറിന് അവിടുത്തെ പല രഹസ്യങ്ങളും അറിയാം, പല നേതാക്കളുടെ നീക്കങ്ങളും അറിയാം. അതുകൊണ്ട് അൻവർ അത് തുറന്നു പറയുമോ എന്ന ഭയം ഒരു പക്ഷേ ഇടതുമുന്നണിക്കുമുണ്ട്. UDF-ലേക്ക് വന്നാൽ VD സതീശനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട തെളിവുകൾ തൻ്റെ കൈവശമുണ്ടെന്ന് അൻവർ അവകാശപ്പെടുന്നുണ്ട്. ഈ തെളിവുകളും ഒരുപക്ഷെ പുറത്തുവിടുമെന്നാണ് അൻവറിൻ്റെ വെല്ലുവിളി. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഗോധയിൽ അൻവർ അത്തരം ചില വെളിപ്പെടുത്തലുകളും നീക്കങ്ങളും നടത്തിയാൽ അത് പുതിയ ചർച്ചകൾക്കും ഇടവച്ചേക്കാം. അതുകൊണ്ട് അൻവറിൻ്റെ ഈ വെല്ലുവിളിയെ മുന്നണി നേതൃത്വങ്ങൾ സ്വീകരിക്കുമോ അതോ തള്ളുകുമോ, അതാണ് കാണേണ്ട ഒരു കാര്യം. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. PV അൻവർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെയാണ് നിലമ്പൂരിൽ രാഷ്ട്രീയ വഞ്ചന ചർച്ചയാക്കുന്നു CPM. മുഖ്യമന്ത്രിക്ക് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും PV അൻവർ വഞ്ചിച്ചുവെന്ന വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വഞ്ചകരെ തോൽപ്പിച്ച പാരമ്പര്യമാണ് നിലമ്പൂരിൻ്റേത് എന്നും ജയരാജൻ പറയുന്നു. ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷത്തെ വഞ്ചിച്ച തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചു എന്നാണ് ഇതിനുദാഹരണമായി ജയരാജൻ പറയുന്നത്. അൻവറിന് ജനങ്ങൾ തിരിച്ചടി നൽകുമെന്നാണ് MV ജയരാജൻ പറഞ്ഞത്. MV ജയരാജന്റെ വാക്കുകളിലേക്ക്. വഞ്ചകരെ ജനങ്ങൾ തള്ളിയ പാരമ്പര്യമാണ് നിലമ്പൂരിലുള്ളത്. 1965-ലും 67-ലും ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജയിച്ചത് ധീരനായ പോരാളി കുഞ്ഞാലിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തതും കോൺഗ്രസുകാരാണ്. ആ കോൺഗ്രസുകാരെ തോൽപ്പിക്കുക എന്നതായിരുന്നു പിന്നീട് ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന ജനങ്ങളുടെ ഹിതം. ആര്യാടൻ അന്നത്തെ നായനാർ സർക്കാരെ വഞ്ചിച്ച് മറുപക്ഷത്ത് ചേർന്ന് പോയപ്പോ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതാരാ? വഞ്ചകനായ ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിച്ച TK ഹംസിയാണ്. അത് ഇടതുപക്ഷത്തിന്റെ അന്നത്തെ ഉന്നതമായ വിജയമായിരുന്നു. ഇവിടെ വഞ്ചനയിലൂടെ ആദ്യം കരുതിയത് അൻവർ UDF ചേക്കേറാനാണ്. ഇതിന് അടൂർ പ്രകാശ് ഇന്ന് മറുപടി നൽകുകയുണ്ടായി. മരിച്ചുപോയവരെ കുറിച്ച് മര്യാദഘട്ട വർത്തമാനം പറയരുതെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. MV ജയരാജൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാണ്. പക്ഷേ സാധാരണഗതിയിൽ ഈ മൺമറഞ്ഞു പോയ ആളുകളെ കുറിച്ച് ഇതുപോലെ മര്യാദഘട്ട വർത്തമാനങ്ങൾ പൊതുപ്രവർത്തകർ ഉപയോഗിക്കാറില്ല. അത് അദ്ദേഹത്തിന്റെ മര്യാദയുടെ ഭാഗമായി തന്നെ നമ്മളതിനെ കാണുക. ആ മര്യാദകൾ ഉണ്ട് എങ്കിൽ ഒരിക്കലും അദ്ദേഹം അത് അത്തരത്തിൽ ചിന്തിക്കാനോ അല്ല അത്തരത്തിൽ വർത്തമാനം പറയാനോ തയ്യാറായില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു സംസ്കാരമാണെങ്കിൽ ആ സംസ്കാരത്തിൽ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊള്ളണം. PV അൻവറിനെ വഞ്ചകനെന്ന് നേരത്തെ മുഖ്യമന്ത്രി പരാമർശം നടത്തിയിരുന്നു. ഇതിനുള്ള മറുപടി നാളെ നൽകുമെന്നാണ് അൻവർ പറയുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് നാളെ നിലമ്പൂരിൽ പത്രസമ്മേളനം വിളിച്ച് കൃത്യം ഇത് മാത്രമൊന്നുമല്ല പറഞ്ഞത് പലതുമുണ്ട്. കറിവേപ്പിലയായി എടുത്തു കളഞ്ഞില്ലെന്ന് എങ്ങനെയാണ് അദ്ദേഹം പറയുക? UDF-മായി ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പം 3 ദിവസങ്ങൾക്ക് മുമ്പ്
സതീശൻ വാതിലടക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് PV അൻവറിനെ കറിവേപ്പിലയായി എടുത്ത് കളഞ്ഞില്ലേ എന്ന് പറഞ്ഞത്? അപ്പോൾ എന്നെ കളയും എന്നുള്ള വിവരം അദ്ദേഹത്തിന് എവിടുന്നാണ് കിട്ടിയത്? എവിടുന്ന് കിട്ടി? ആരാണ് അദ്ദേഹത്തിന് ഈ ഉറപ്പ് കൊടുത്തത്? മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ? നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ് നാമനിർദ്ദേശ പത്രിക നൽകി. നേതാക്കൾക്കൊപ്പം പ്രകടനമായി എത്തിയാണ് M സ്വരാജ് നാമനിർദ്ദേശ പത്രിക നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇപ്പോൾ പൂർത്തിയായി. ഇന്ന് നിലമ്പൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥി പര്യടന പരിപാടിയായിരുന്നു. പത്രികാ സമർപ്പണം അതിനിടയിൽ ക്രമീകരിച്ചതാണ്. ഞങ്ങളേതായാലും അപരന്മാരെ ആശ്രയിക്കില്ല. അത് വളരെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ജനാധിപത്യത്തെ അങ്ങനെ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. മറ്റു കാര്യം എനിക്കറിയില്ല. എത്ര കോണുണ്ടാവും മത്സരത്തിനെന്നുള്ളത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വ്യക്തമാവും. ഇപ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാവുന്നു. പിന്നെ പിൻവലിക്കാനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഉത്കണ്ഠപ്പെടുന്നതേയില്ല. ജനാധിപത്യം ശക്തിപ്പെടുക കൂടുതൽ പേര് മത്സരിക്കുമ്പോഴാണ്. അപ്പോൾ മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആരും മത്സരിക്കരുതെന്ന് പറയാനൊന്നും നമുക്ക് അവകാശമില്ല. അപ്പോൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മത്സരിക്കട്ടെ. ജനങ്ങൾ അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് വിധി എഴുതുകയും ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തമാവും. നമുക്ക് അങ്ങനെ ആശിക്കാം. MS അനീഷ് കുമാർ കൂടി ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. അനീഷ്, ആര്യടൻ ഷൗക്കത്ത് കഴിഞ്ഞ ദിവസം പത്രിക നൽകിയിരുന്നു. ഇപ്പോൾ സ്വരാജ് പത്രിക നൽകി. അല്പസമയത്തിനകം അൻവർ പത്രിക നൽകാൻ പോവുകയാണല്ലോ. BJP സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണം എപ്പോഴായിരിക്കും? മഞ്ജുഷ, മുന്നണി സ്ഥാനാർത്ഥികളിൽ ആദ്യം പത്രിക നൽകിയത് ആര്യടൻ ഷൗക്കത്താണ്. നിലമ്പൂരിൽ പോരാട്ടം കനക്കുകയാണ്. 2 പ്രമുഖർ പത്രിക നൽകിക്കഴിഞ്ഞു. ഇനി PV അൻവറും BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജുമാണ് പത്രിക നൽകാനുള്ളത്. അവർ അല്പസമയത്തിനകം പത്രിക നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അൻവറിന്റെ റോഡ് ഷോ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മോഹൻ ജോർജ് പത്രിക നൽകുക. അനീഷ്, അൻവറിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയോ? റോഡ് ഷോ അവസാനിച്ചോ? റോഡ് ഷോ ഇപ്പോൾ അവസാനിച്ചതാണ്ട്. അൻവർ ഈ താലൂക്ക് ഓഫീസിലേക്ക്, അതായത് ഉപവരണാധികാരിയുടെ ഓഫീസിന്റെ പരിസരത്തേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ഈ താലൂക്ക് ഓഫീസിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നേരത്തെ M സ്വരാജ് അടക്കമുള്ള ആളുകൾ പത്രികാ സമർപ്പണം നടത്തിയത്. ഏതാണ്ട് ഇവിടെ നിന്നും 100 മീറ്റർ അപ്പുറത്ത് വരെയാണ് റോഡ് ഷോയും മറ്റുമായി സ്ഥാനാർത്ഥികൾ എത്തുന്നത്. തുടർന്ന് പരിമിതമായ ആളുകളുമായാണ് പിന്നീട് ഈ PV അൻവറും സ്ഥാനാർത്ഥിയായതോടെ നിലമ്പൂരിന്റെ മത്സര ചിത്രം തന്നെ മാറുകയാണ്. മണ്ഡലത്തിലെ വോട്ടർമാരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. മത്സരിക്കാൻ പോവാ, എങ്ങനെ കാണുന്നു ഇതിനെ? ഞാൻ ജനിച്ചേ മുതൽക്ക് മുസ്ലിം ലീഗാണ്. എങ്ങനെ കാണുന്നു അദ്ദേഹം മത്സരിക്കുന്നതിന്? നല്ല ആളാണ്. നമുക്ക് എല്ലാ ആളാണ്, മോശമൊന്നുമില്ല. പുള്ളി മത്സരിക്കുന്നതും സ്വാഗതം ചെയ്യുക, നല്ല കാര്യമാണെന്നാണ് പറയുന്നത്. നല്ല കാര്യം, ജയിക്കും. സഹായന്റെ മൂപ്പരെ കൊണ്ട് എന്നുവെച്ചാൽ പാവങ്ങളെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനത്തെ ആളാണ്. ഞാൻ കോൺഗ്രസ് തന്നെയാണ്. അൻവർ നല്ല ആളാണ്. അൻവർ നല്ല ആളാണ്. ജയിക്കും അൻവർ? ജയിക്കും. അൻവർ ഞങ്ങളെ പാർട്ടി തന്നെയായിരുന്നു. ഇപ്പൊ മാറി. അപ്പൊ അതുകൊണ്ട് ഇനി അൻവർ വോട്ട് ചെയ്തില്ല? ഇല്ല. ആരൊക്കെ ഉണ്ടായിരുന്നു അയാളെ കൊണ്ട് നല്ല കാര്യം ഉണ്ടായിരുന്നു, അതും പറയണ്ടേ. അൻവറിനെ കൊണ്ട് ഗുണമുണ്ടോ? ആദ്യമൊക്കെ നല്ല ഗുണമുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയുണ്ട് അൻവർ? നല്ല മനുഷ്യനായിരുന്നോ? എങ്ങനെ? പണ്ടൊക്കെ ഇപ്പൊ അങ്ങനെ പിരിഞ്ഞു, രാജിവെച്ച് പോയി. അത് അയാളെ കാമർക്കായിരിക്കും. അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചല്ലേ. അപ്പൊ ഇനിയിപ്പോ ഇടതുപക്ഷത്തിന്റെ വോട്ട് കിട്ടുമോ നിങ്ങളെ അഭിപ്രായത്തില്? കിട്ടൂല. അപ്പൊ ക്ഷീണം തന്നെയല്ലേ. കോൺഗ്രസിൽ കൂടിയിരിക്കുന്ന കുറെയൊക്കെ ഒന്നുകൂടെയൊക്കെ നന്നായിരുന്നു. ഇനിയിപ്പം ജയസാധ്യത ഉണ്ടോ അൻവറിന്? ജയസാധ്യത എന്റെ അഭിപ്രായത്തില് മോശം തന്നെയാണ്. തൃണമൂല കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വലിയൊരു ഇതല്ല, ശക്തി അല്ലല്ലോ. അൻവർ MLA വീണ്ടും മത്സരിക്കാൻ പോവാ, നിങ്ങളുടെ പഴയ MLA. എങ്ങനെ തോന്നുന്നു? ഞങ്ങക്ക് വേണ്ട. വോട്ട് ചെയ്തില്ല? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാക്ക് മാറിയോളന്നാ പിന്നെ എങ്ങനെ പാർട്ടി മാറിയാൽ ശരിയാവില്ല അല്ലെ? ശരിയാവില്ല. അപ്പൊ ഓനല്ല പൈസ എല്ലാം അറിഞ്ഞു, ഓന്റെ വോട്ട് എല്ലാവർക്കും കൊടുക്കാന്ന് പറഞ്ഞിന് ഞാൻ വ്യക്തിക്ക് ആൾക്കാർ ആരെയും വോട്ട് കൊടുക്കും. നേരത്തെ ചെയ്ത ആളാണല്ലോ ഇത്തവണ ചെയ്യില്ല അൻവറിന്, അങ്ങനെയാണോ?
അൻവറിന് എങ്ങനെ ചെയ്യണത്? ഓന്റെ വോട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞല്ലോ, നിന്റെ വോട്ട് ആർക്കും വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞല്ലോ ഓന്. പിന്നെ മത്സരിച്ചാൽ പിന്നെ ആരാ ഓന് വോട്ട് കൊടുക്കുക? നല്ല MLA ആയിരുന്നു അൻവർ. MLA ഒക്കെ ഒന്നും കുഴപ്പമില്ല, ആളുകളായിട്ട് നല്ല സൗഹൃദം ഒക്കെ ഉണ്ട്. ഇല്ല, ഒന്നും നമ്മൾ പറയില്ല. ഈ ആസ്പത്രി കുറെ പ്രവർത്തിച്ചു നന്നായും ചെയ്തത്. നമുക്കെന്തൊക്കെയാണോ ചതിയ ചെയ്തത്, വഞ്ചന ചെയ്തത്. ഈ 5 കൊല്ലം പൂർത്തിയാക്കാതെ പോകാൻ പാടില്ലല്ലോ. ഓൻ ജനങ്ങൾക്ക് നല്ല സഹായങ്ങളും മറ്റും മറിച്ചും പേരിലൊക്കെ തന്നിട്ടുണ്ട്. ഓന്റെ കഴിവും കാര്യം പരമാവധി ഓൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ഓൻ ചെയ്ത ചതിയാണ്, വഞ്ചനയാണ്, കൊലപാതകം ചെയ്യുമ്പോൾ അത്രയും കഷ്ടപ്പെട്ട ഒരാളെ ഓൻ ജയിക്കാൻ പാടി. രാവും പകലും കടന്ന് കേട്ടാണ്. കൊന്നക്കുക. ഇതാണ് നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രതികരണം. മത്സരിക്കാൻ തയ്യാറായെങ്കിലും PV അൻവറിന്റെ നീക്കങ്ങൾ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ പ്രാവീണ്യം തെളിയിച്ച 7-അംഗ സംഘം തൃണമൂൽ കോൺഗ്രസിനായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്ത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ PV അൻവറിന്റെയും TMCയുടെയും ഭാവി നിർണ്ണയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ തികഞ്ഞ ഗൗരവത്തോടെയാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം കാണുന്നത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അഭിഷേക് ബാനർജി നേതൃത്വം നൽകുന്ന റൂർക്കി IITയിൽ നിന്നുള്ള 7-അംഗ വിദഗ്ധ സംഘമാണ് PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ കോഴിക്കോടും നിലമ്പൂരുമായി ക്യാമ്പ് ചെയ്യുന്നത്. അൻവർ മത്സരിക്കണമെന്ന് ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് പകരം കോൺഗ്രസുമായി വിലപേശൽ നടത്താനുള്ള അൻവറിന്റെ തീരുമാനമാണ് TMC ദേശീയ നേതൃത്വത്തിന് സംശയങ്ങൾക്ക് വഴിവെച്ചത്. പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുന്നതിനപ്പുറം UDF പ്രവേശനത്തിനുള്ള സാധ്യതകൾ അടഞ്ഞതോടെയാണ് മത്സരരംഗത്തേക്ക് കടന്നുവരാൻ അൻവർ നിർബന്ധിതനായതെന്ന വിലയിരുത്തലിലാണ് തൃണമൂൽ നേതൃത്വം. പത്രിക പിൻവലിക്കാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ PV അൻവർ വീണ്ടും സമ്മർദ്ദ നീക്കങ്ങളിലൂടെ വിലപേശൽ നടത്തുമോ എന്നതും ഗൗരവത്തോടെയാണ് പാർട്ടി നോക്കിക്കാണുന്നത്. ദക്ഷിണേന്ത്യയിൽ സാന്നിധ്യം അറിയിക്കാനുള്ള സുവർണാവസരമായാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ TMC നോക്കിക്കാണുന്നത്. എന്നാൽ ചാഞ്ചാട്ടത്തോടെയുള്ള അൻവറിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ മുഖ്യശത്രുവായ CPMന് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ എന്ന സന്ദേഹവും പാർട്ടിക്കുള്ളതായാണ് വിവരം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവി നിർണ്ണയിക്കുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാകും. തിരിച്ചടി നേരിട്ടാൽ PV അൻവറിന്റെ TMCയിലെ നിലനിൽപ്പും പരിങ്ങലിലാകുമെന്ന് ഉറപ്പ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. 3 ലക്ഷത്തോളം കുരുന്നുകളാണ് ഇന്ന് 1-ാം ക്ലാസ്സിൽ എത്തിയത്. പുത്തനുടുപ്പും ബാഗും പുസ്തകങ്ങളും മുഖത്ത് കുസൃതിയും കളിച്ചിരികളുമായി കുരുന്നുകൾ വിദ്യാലയങ്ങളിലെത്തി. കരച്ചിലിന്റെ പതിവ് കാഴ്ചകളെക്കുറി കുറവായിരുന്നു. അക്ഷരമുറ്റത്തേക്കെത്തിയ കുരുന്നുകളെ വരവേൽക്കാനെന്ന വണ്ണം മഴ മാറി നിന്നു. മേഘങ്ങൾ പന്തലുരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം നായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി വരവായി. മധുരവും കളിപ്പാട്ടങ്ങളും മാജിക്കുമൊക്കെയായി സ്കൂളുകളിൽ നവാഗതർക്കായി വിപുലമായ ഒരുക്കങ്ങളായിരുന്നു. തലയിൽ കിരീടങ്ങളും കയ്യിൽ സമ്മാനപ്പൊതികളുമായി കൊച്ചു രാജകുമാരന്മാരും രാജകുമാരികളും. സഹജീവികളോട് സ്നേഹമുള്ളവരായി കുട്ടികൾ വളരണമെന്ന മുഖ്യമന്ത്രി. അറിവ് അവരവരുടെ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കത്തക്ക രീതിയിൽ അത് വിനിയോഗിക്കാനുള്ള ഒരു മനസ്സ് സൃഷ്ടിക്കാനാവും. അതിനെല്ലാം ഉതകുന്ന തരത്തിൽ അറിവെത്തിയാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാഫല്യത്തിൽ അറിവെത്തുകയുള്ളൂ. അധ്യാപന രീതിയിലടക്കം ഒട്ടേറെ മാറ്റങ്ങളുമായാണ് ഇത്തവണ അധ്യയന വർഷം ആരംഭിച്ചത്. നാളെ മുതൽ 2 ആഴ്ചക്കാലം പഴയ അറിവുകൾ പുതുക്കലാണ്. ഒപ്പം പൗരബോധം ഉളവാക്കുന്ന വിഷയങ്ങളും പഠിപ്പിക്കും. ജൂൺ മാസം 4-ാം തീയതി റോഡ് നിയമങ്ങൾക്ക് പുറമെ സ്കൂൾ വാഹനങ്ങളിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും പാലിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കും. സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ അരമണിക്കൂർ പ്രവൃത്തി സമയം കൂടും. രാവിലെയും വൈകിട്ടുമായി 15 മിനിറ്റ് വീതമാണ് കൂട്ടുക. ഇതോടെ പ്രവൃത്തി സമയം രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാകും.
ആദ്യ ദിവസങ്ങളിൽ മൂല്യബോധന ക്ലാസുകളാകും കുട്ടികൾക്ക് നൽകുക. സർക്കാർ, എയ്ഡഡ്, അൺഎയ്ഡഡ് മേഖലകളിലായി 12,948 സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിലായി 36 ലക്ഷത്തോളം കുട്ടികൾ സ്കൂളുകളിലെത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഹൈസ്കൂളുകളിലെ സമയമാറ്റത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ന്യൂസ് 18 മോർണിംഗ് ഷോയിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അതൊരു ആശങ്ക, ശരിയാണ് ആശങ്ക. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നം ഇങ്ങനെ കൊണ്ടുവന്നത് അതേ സംഘടന തന്നെയാണ്. 210 ദിവസവും 220 ദിവസവും എല്ലാം വെച്ച് മര്യാദയ്ക്ക് കാര്യങ്ങളോട് നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് ഈ ദിവസങ്ങൾ കൂടിപ്പോയി ഞങ്ങളോട് ആലോചിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന കോടതി പോകാൻ വേണ്ടി തീരുമാനിച്ചു. കോടതി ഒരു ഉന്നതതല എക്സ്പെർട്ട് കമ്മിറ്റി വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ഉന്നതതല എക്സ്പെർട്ട് കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി ഒരു നിർദ്ദേശം നൽകി. ആ കമ്മിറ്റി നിർദ്ദേശം നൽകിയെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ അവകാശ നിയമം ഉണ്ടല്ലോ കേന്ദ്ര ഗവൺമെന്റിന്റെ, അതും അതുപോലെ കേരള എഡ്യൂക്കേഷൻ റൂള്, ഇത് രണ്ടും ബേസിക്കായിട്ട് എടുത്തുകൊണ്ടാണ് അവർ തയ്യാറാക്കിയത്. ഞങ്ങളും അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട് ഒരു വർഷം എത്ര ദിവസം പഠിപ്പിക്കണം, എത്ര മണിക്കൂർ പഠിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അതിന്റെ ഉത്തരവാദി അധ്യാപകർ തന്നെയാണ്. അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ ജ്ഞാനശേഖരന് ജീവപര്യന്തം തടവ് ശിക്ഷയും 90,000 രൂപ പിഴയും. ചെന്നൈ മഹിളാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ബലാത്സംഗം ഉൾപ്പെടെ 11 വകുപ്പുകൾ ചുമത്തിയാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതിയെ കുറഞ്ഞത് 30 വർഷം വരെ പുറത്തുവിടരുതെന്നും ജയിലിൽ പ്രത്യേക പരിഗണന നൽകരുതെന്നും കോടതി ഉത്തരവിട്ടു. എവിഡൻസ് நீதிமன்றத்திற்கு திருப்திகரமாக இருந்ததனால் தான் இன்றைக்கு இவ்வளவு பெரிய முக்கியத்துவம் வாய்ந்த ஜட்ஜ்மெண்ட் இன்றைக்கு கிடைத்திருக்கு. எல்லா விட்னஸஸும் மிக அருமையாக அரசு தரப்பிற்கு சாட்சியை நிரூபிக்கக்கூடிய வகையில் அவங்களுடைய எவிடன்சஸ் இருந்தது அப்படின்றத நான் சொல்லிக்கிறேன். மேக்ஸிமம் இந்த குற்றச்சாட்டுக்கு மேக்ஸிமம் பனிஷ்மெண்ட் இதுதான். 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ ഡിസംബർ 23 രാത്രി സുഹൃത്തിനൊപ്പം ക്യാമ്പസിലെ ഹോസ്റ്റലിലേക്ക് മടങ്ങും വഴി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നും ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് കേസ്. പരാതി നൽകിയാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും പ്രതി ഭീഷണിപ്പെടുത്തിയെങ്കിലും പിറ്റേന്ന് വിദ്യാർത്ഥിനി പോലീസിനെ സമീപിക്കുകയായിരുന്നു. ക്യാമ്പസിന് സമീപം ബിരിയാണി വിൽക്കുന്നയാളാണ് ജ്ഞാനശേഖരൻ. ഇയാൾ DMK യുവജന വിഭാഗം പ്രവർത്തകനാണെന്നും DMK നേതാക്കളിൽ ചിലർ ഇയാളെ സഹായിക്കാൻ ശ്രമിച്ചെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോഴക്കേസിൽ ED ഉദ്യോഗസ്ഥന്റെ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് ഹൈക്കോടതി നീട്ടി. കേസ് ഒത്തുതീർപ്പാക്കാൻ 2 കോടി രൂപ കൈക്കൂലി ചോദിച്ചെന്ന വിജിലൻസ് കേസിലാണ് നടപടി. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവാണ് കോടതി നീട്ടിയത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം.